ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈജു നമ്പർ 8 സീസൺ 2 5 മുതൽ 8 എപ്പിസോഡ്സ് വരെയാണ്. അപ്പൊ നമുക്ക് വേഗം കഥയിലേക്ക് പോവാം. അങ്ങനെ ജെന്നും കഫ്കയും കൂടിയിട്ട് കൈജു നമ്പർ 9 നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൽ കഫ്ക കൈജുവിനോട് പറയാണ് അവൾക്ക് നടന്നത് എന്തായാലും ഫെയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിനെയും കിക്കുരുഷിനോമിനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അതിനെ കൊല്ലാന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ട് വരുമ്പത്തേനും ആ കൈജു നിങ്ങളെ കൊണ്ട് ഒരിക്കലും എന്നെ ബീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പവർ മൊത്തം കയറ്റി അവിടെ മൊത്തം ബ്ലാസ്റ്റ് ആക്കുവാണ്. ആ ബ്ലാസ്റ്റ് കഴിയുമ്പത്തേനും കൈജുവിന്റെ തന്നെ ബോഡി താഴോട്ട് ഊരി വീഴുവാണ്. എന്നിട്ട് നോക്കുമ്പോ ജെന്നും കഫ്കയ്ക്കും ഒരു കുഴപ്പമില്ലാണ്ട് അവരവിടെ നിൽപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് ആ കൈജു രണ്ടായിട്ട് പിളർന്നിട്ട് കിക്കുരുഷിനോമിയനെയും കമാൻഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വീണ് കിടക്കുന്ന മനുഷ്യന്റെ മേലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ ആ ബ്ലാസ്റ്റ് ഷോട്ട് പോകുമ്പത്തേനും കഫ്കയും ജെന്നും പോയി അവരെ രക്ഷിക്കുവാണ്. എന്നിട്ട് ആ കൈജു ഇതിവിടെ തീരാൻ പോകുന്നില്ല, ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കഫ്കയ്ക്ക് വളരെ സങ്കടാവുകയാണ്. അവൻ അവിടെ ഇരുന്ന് കാറുവാണ്. അങ്ങനെ ഡയറക്ടർ ജനറൽ മരിച്ചത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യണം എല്ലാവരുടെ അടുത്തും. അങ്ങനെ ഡയറക്ടർ ജനറൽ മരിച്ചതിന് അവരെല്ലാവരും കൂടിയിട്ട് അവരുടെ ലാസ്റ്റത്തെ യാത്ര അയപ്പ് നടത്തുവാണ്. അങ്ങനെ കഫ്ക കിക്കുരുഷിനോമിയനെ നോക്കുമ്പോ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഡയറക്ടറിന്റെ ഓഫീസിൽ പോവുകയാണ് ജെന്ന്. അങ്ങനെ അവൾ അവിടെ ഒരുപാട് കരഞ്ഞോണ്ടിരിക്കുവാണ്. എന്നിട്ട് അവള് കരഞ്ഞോണ്ട് തന്നെ ജെന്നിന്റെ അടുത്ത് പറയാണ്, ഞാനിപ്പോ വളരെ വീക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് എങ്ങനെയും സ്ട്രോങ് ആവണം, ആ കൈജുവിനെ ഞാൻ കൊല്ലണം. എന്നിട്ട് ജെന്ന അവക്ക് വാക്ക് കൊടുക്കുവാണ്, ഞാനിവിടെ ആരെയും നിന്നെ സ്ട്രോങ് ആക്കാം, എന്നിട്ട് നമുക്ക് അവനെ ബീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നീ നിന്റെ റിസൾട്ട് എനിക്ക് കാണിക്കേ. അങ്ങനെ റൂമിന്റെ വെളിയിൽ കഫ്ക ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവന്റെ കൈ നോക്കുമ്പോ ഒരു മുറിവ് പോലെ കാണുവാണ്. എന്നിട്ട് അവനും പ്രതിജ്ഞ ചെയ്യാണ്, എന്തായാലും ആ കൈജുവിനെ ഞാൻ കൊല്ലും. അത് കഴിഞ്ഞ് കമാൻഡർ ലാബിലോട്ട് വരുവാണ്. അപ്പൊ എന്താ ഇതെന്ന് ചോദിക്കുമ്പോ ഇത് ഡയറക്ടർ ഞങ്ങളോട് സീക്രട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രോജക്റ്റ് ആണ്. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഇത് കാണിച്ചിട്ട് നിങ്ങൾ തരുന്ന ഓർഡറിൽ വർക്ക് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കമാൻഡർ ഇതിന്റെ ബാക്കി പ്രൊസീജിയറുകളൊക്കെ പ്രൊസീഡ് ചെയ്യ്, നമ്മൾ വേഗം റിവെഞ്ച് മാച്ചിന് റെഡി ആവണം. എന്നിട്ട് കിക്കുരുഷിനോമിയെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാണ് റിവെഞ്ചിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് അവിടെ ജെന്നിന്റെ അടുത്തേക്ക് ഹാസഗാവ വരുവാണ്. കൈജു നമ്പർ 8 പറ്റി സംസാരിക്കണം. പെട്ടെന്ന് കഫ്കേനെ കാണിക്കാണ്. അവനവന്റെ വീട്ടിൽ പോയിരിക്കും. അങ്ങനെ ജെന്നും ഹാസഗാവയും ലാബിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ കഫ്കേനെ എക്സാമിൻ ചെയ്തതിനു ശേഷം കഫ്ക കൈജുവായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവന് തിരിച്ച് ഹ്യൂമൻ ആയിട്ട് മാറാൻ കഴിയാതെ പോവുകയാണ്. അതിന്റെ മാർക്കായിരിക്കും അവന്റെ കയ്യിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവുക. അവര് പറയുണ്ടാവുക കഫ്ക ഇങ്ങനെ കൈജുവായി റിപ്പീറ്റഡ് ആയി മാറിക്കൊണ്ടിരുന്ന അവന് ഒരിക്കലും ഹ്യൂമനായി തിരിച്ചു വരാൻ സാധിക്കാതെ വരും. അപ്പൊ ഹാസഗാവ ഇത് കഫ്കയ്ക്ക് അറിയോന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് അറിയാം. അവനിപ്പോ എവിടെയെന്ന് ചോദിക്കുമ്പോ അവന് വീട്ടിലോട്ടൊന്ന് പോകണം. ഇനി അഥവാ ഞാൻ കൈജുവായി തന്നെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും വീട്ടിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്ഷന് 2 ആളെയും വിളിച്ച് അവന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ കഫ്ക പെട്ടെന്ന് അവൻ മുന്നേ വർക്ക് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റും അവിടെയുള്ള ആളുകളെ ഓർക്കുവാണ്. എന്നിട്ട് അവൻ അവിടേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് അവരോടൊക്കെ കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അവൻ തിരിച്ച് ഡിഫൻസ് ഫോഴ്സ് ഓഫീസിലേക്ക് വരുവാണ്. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ എന്ത് വന്നാലും ശരി, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ആ കൈജു നമ്പർ 9 ഞാൻ എന്തായാലും ബീറ്റ് ചെയ്യണം. എന്നിട്ട് ജെന്ന അവിടെ വന്നിരുന്നിട്ട് അവന്റെ അടുത്ത് പറയുവാണ്, നിന്നെ കൊണ്ട് ഇന്നും ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അതിന്റെ കാരണം നിനക്ക് തന്നെ അറിയാം. എന്നിട്ട് ജെന്ന എഴുന്നേറ്റ് വന്ന് കഫ്കയുടെ കോളറിൽ പിടിച്ചിട്ട് നീ ഞങ്ങളെ സഹായിക്കണം കഫ്ക, എനിക്ക് നീ കൈജുവായി മാറിയോ അതോ ഹ്യൂമനായി മാറുന്നോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇനി അഥവാ നീ കൈജുവായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും. എനിക്ക് വേണ്ടത് ഒന്ന് മാത്രം, ആ കൈജു നമ്പർ 9 ചാവണം. നീ അത് തന്നെയാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ട് കഫ്ക എഴുന്നേറ്റ് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ആ കൈജുവിനെ ഞാൻ കൊല്ലണം. എന്നിട്ട് ആ കൈജു നമ്പർ 9 കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാവുകയാണ്. അത് കഴിഞ്ഞ് സോഷിരോ ഹോസിന ഒരു ലാബില് കൈജു നമ്പർ 10 അവസാനം നീ എഴുന്നേറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അങ്ങനെ 6ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സോഷിരു കൈജു നമ്പർ 10 അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പത്തേനും ആ കൈജു വായം കൊണ്ട് ഒരു സൗണ്ട് ഇടുവാണ്. എന്നിട്ട് കൈജു നമ്പറിന്റെ ഫോട്ടോ എടുത്ത് ആ കൈജുവിന്റെ അടുത്ത് കാണിച്ചിട്ട് ഇതിനെ നിനക്ക് അറിയോന്ന് ചോദിക്കുമ്പോഴത്തേനും അപ്പൊ ആ കൈജു നമ്പർ 9 ആയിരിക്കും കൈജു നമ്പർ 10 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ആ കൈജു എന്നെ വെളിയിൽ വിട്, എന്നോട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സോഷിരു അതിന്റെ അടുത്ത് പറയും നിന്നെ വെളിയിൽ വിടാൻ പറ്റില്ല, കാരണം നിന്റെ കോർ വളരെ ഡാമേജ്ഡ് ആണെന്ന് പറയും. അപ്പൊ ആ കൈജു പറയും എനിക്കത് അറിയാം, നിങ്ങളുടെ അടുത്ത് ഒരു ടെക്നോളജി ഇല്ലേ, എന്റെ
ബോഡി നിങ്ങൾ ഒരു വെപ്പണാക്ക്, എനിക്ക് നിന്റെ ബോഡി താന്ന് പറയുവാണ് ആ കൈജു. അപ്പൊ അവിടെ നിൽക്കുന്ന ക്യാപ്റ്റൻ മീനെ ഷോക്ക് ആവാണ്. ഒരു കൈജു തന്നെ വെപ്പണാക്കി മാറ്റാൻ പറയുന്നത് കേട്ടിട്ട്. എന്നിട്ട് സോഷിരു അതിന്റെ അടുത്ത് എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോവാണ്. എന്നിട്ട് അവൻ വെളിയിൽ വന്നിട്ട് കമാൻഡ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിന്റെ അടുത്ത് കിടന്ന് കാറുവാണ്. എനിക്ക് അവരെ കണ്ടിട്ട് പേടിയാവുന്ന, അവൻ എന്റെ ശരീരം വേണത്രേ. എന്നിട്ട് അവനിങ്ങനെ ആലോചിച്ചിട്ട് ക്യാപ്റ്റൻ മീന എന്റെ അടുത്ത് പറയുവാണ്, ഞാൻ അവന്റെ ഡീലിന് ഓക്കെ പറയാൻ പോവാണ്. അപ്പൊ മീന ആ ശരി, പക്ഷെ ഞാൻ അവർക്ക് കോൾ ചെയ്തിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം. അങ്ങനെ ആ കൈജുവിന്റെ അടുത്ത് പോയിട്ട് ഡീലിന് ഓക്കെ എന്ന് പറയുവാണ്. അങ്ങനെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ കിക്കരു ഷിനോമിയുടെ അടുത്ത് പറയാണ്, ഇവിടെ വൈസ് ക്യാപ്റ്റൻ ഹൊഷീന വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നോക്കുമ്പോ ജെന്നിനെ കാണാണ്ടാവില്ല. അപ്പൊ ആസെഗാവ തലയിൽ കൈവച്ചിട്ട് അയ്യോ കഷ്ടം, അതിന് കാരണം ജെന്ന് നരുമിയും സോഷിനോ ഓസിരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കളായിരിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് തമ്മിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പത്തേന് ആസെഗാവ അവിടെ വന്നിട്ട് ജെന്നിന്റെ തലയിൽ തന്നെ ഒരു അടി കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ മീറ്റിംഗ് ഹാളില് എല്ലാവരും മീറ്റിംഗിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോഷിരോ ഹോസിന അവിടെ വന്നിട്ട് കൈജു നമ്പർ 10 പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുവാണ്. അങ്ങനെ അവരുടെ ആ ഡിസ്കഷനില് ക്യാപ്റ്റൻ മീന ഇന്നും കൈജു നമ്പർ 6ന്റെ വെപ്പൺ ഉറങ്ങിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതിനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈജു നമ്പർ 6ന്റെ വെപ്പൺ യൂസ് ചെയ്യാത്തതിന്റെ കാരണം ആ വെപ്പൺ മോസ്റ്റ് പവർഫുൾ ആയിരിക്കും, അതേപോലെ അത് യൂസ് ചെയ്യുന്ന ആൾക്കും വളരെ ഡേഞ്ചറസ് ആയിരിക്കും. അങ്ങനെ അവര് ആ വെപ്പൺ ആരാണ് യൂസ് ചെയ്യാൻ കഴിവുള്ളത്, കേപ്പബിൾ എന്ന് പറഞ്ഞിട്ട് അവര് ചെക്ക് ചെയ്യുന്നതില് സെലക്ട് ആയിട്ടുണ്ടാവുക റെനോ ഇച്ചിക്കാവ ആയിരിക്കും. അപ്പൊ അവന്റെ ഫൈറ്റിംഗ് സീൻസ് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ 4th ഡിവിഷൻ ക്യാപ്റ്റനായ ജുഗോ ഒഗട്ട എന്ന് പറയുന്ന ആളായിരിക്കും റെനോ ഇച്ചിക്കാവയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ടാവുക. അപ്പൊ ക്യാപ്റ്റൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. കൈജു നമ്പർ 6നെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാവുക കിക്കരു ഷിനോമിയന്റെ അമ്മയായിരിക്കും. ആ കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോഴായിരിക്കും ഷിനോമിയുടെ അമ്മ മരിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് റെനോ ഇച്ചിക്കാവ ആ ക്യാപ്റ്റന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ അവനോട് കാര്യങ്ങളൊക്കെ പറയാണ്. കൈജു നമ്പർ 6ന്റെ വെപ്പൺ നീയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കൈജു നമ്പർ 6 വെപ്പൺ മോസ്റ്റ് പവർഫുള്ളും ആണ്, അതുമല്ലാണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. അതിന്റെ പവർ കാരണം നീ മരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ഇനി നീ ഈ വെപ്പൺ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കഫ്കയും അവന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഓർക്കുവാണ്. ഞാൻ എന്ത് വില കൊടുത്തും അവരെയൊക്കെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അവൻ അതിനെ സമ്മതിക്കുവാണ്. അങ്ങനെ ടെസ്റ്റിംഗ് ഡേ ആണ്. അവനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവന്റെ കയ്യിലേക്ക് ആ പവർ കൊടുക്കുവാണ്. പെട്ടെന്ന് അവൻ ആ പവർ താങ്ങാനേ ആവുണ്ടാവില്ല. അങ്ങനെ ആ പവർ മൊത്തം അങ്ങ് കയറി വരുമ്പത്തേനും അവൻ ആ കൈജുവിനെ കാണുവാണ്. അങ്ങനെ ഇഹാരു വന്നിട്ട് റെനോ എന്ന് വിളിക്കുവാണ്. അവൻ കണ്ണു തുറക്കുമ്പോ അവന് മെഡിക്കൽ റൂമിലായിരിക്കും. അങ്ങനെ ക്യാപ്റ്റൻ അവിടെ വന്നിട്ട് പിന്നെയും പറയാണ്, ഇത് വളരെ ഡേഞ്ചറസ് ആണ്, നീ ഇത് ഉപേക്ഷിക്കുന്നതുകൊണ്ട് നിനക്ക് തെറ്റില്ല എന്ന് പറയാണ്. അപ്പൊ റെനോ ഇല്ല ഞാനിത് ചെയ്യാം. പെട്ടെന്ന് ക്യാപ്റ്റൻ അതിന്റെ ആപത്തിനെ പറ്റി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് ഇവൻ ഞാൻ പറയുന്ന കേൾക്കുന്നുമില്ല. എന്നിട്ട് എഴുന്നേറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മന്ത് നമുക്ക് ട്രെയിനിങ് പീരീഡ് ആരംഭിക്കാം, കൈജുക്കളെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് മിഷൻ. അങ്ങനെ എപ്പിസോഡ് 6 ഇവിടെ തീരുവാണ്. അങ്ങനെ 7th എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇഹാരു ഫുറാഷി ന്യൂട്രലൈസേഷൻ സ്പെഷ്യൽ അഡ്വാൻസ് കോഴ്സിൽ ജോയിൻ ചെയ്ത് അവരുടെ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ടോപ്പിൽ ഉണ്ടാവുക ഇഹാരു ആയിരിക്കും. അപ്പൊ അവന്റെ ഡ്രീം ആയിരിക്കും അവൻ വളരെ സ്ട്രോങ് ആവണം, അവൻ മറ്റുള്ള ക്യാപ്റ്റനെ പോലെ ആവണം എന്നൊക്കെ. അപ്പൊ റെനോനെ ലാബിൽ കൊണ്ടുപോയിട്ട് ആ വെപ്പന്റെ പവർ കൊടുക്കുമ്പോ അവനും അവിടെ ഉണ്ടാവും. അതിൽ അവൻ ചെറിയ ജലസും ഉണ്ടാവും. അങ്ങനെ അവരുടെ ട്രെയിനിങ് പീരീഡ് ആരംഭിക്കുകയാണ്. അവിടെ നിറയെ കൈജുക്കളായിരിക്കും അവിടെ. അപ്പൊ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ അസിസ്റ്റന്റും ഉണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്ന ഡിഫൻസ് ഫോഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് പോസ്റ്റിലുള്ള ആളുകളും ഉണ്ടാവും. അങ്ങനെ റെനോ ആ വെപ്പൺ ഇട്ടിട്ടുണ്ടാവും, ഇഹാരി ഉണ്ടാവും, കൂടെ ബാക്കിയുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആ കൈജുക്കളെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങുവാണ്. അങ്ങനെ അവര് കൈജുവിന്റെ അടുത്തേക്ക് പോവാണ്. പെട്ടെന്ന് ഇഹാരും ടീമും വന്ന് അതിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സമയത്ത് ഇഹാരു അവനെ രക്ഷിച്ചത് ഓർക്കുവാണ്. പെട്ടെന്ന് തന്നെ റെനോ ആ കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്യുവാണ്. അത് കാണുമ്പോഴത്തേന് ഇഹാരുവിന് പിന്നെ ദേഷ്യം വരുവാണ്. അവൻ ഒരു ഷൂട്ടിൽ തന്നെ ആ കൈജുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൈജുവിനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, ഞാൻ ആരപ്പോ ഓടിക്കഴിഞ്ഞാലും ഞാൻ തോറ്റോണ്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും ഞാൻ ഓടുന്നതിനെ കഴിഞ്ഞ് സ്പീഡായിട്ടാണ് ഓടി എന്റെ മുമ്പിൽ കൂടെ കയറി പോകുന്നത്. ആ സമയം പെട്ടെന്ന് ഒരു കൈജു അവനെ അറ്റാക്ക് ചെയ്യുവാണ്. അവൻ തെറിച്ചു പോയി വീഴുവാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പൊ ഒരു കൈജു അവനെ കൊല്ലാൻ വേണ്ടിട്ട് വരുമ്പോഴത്തേനും റെനോ അവന്റെ മുമ്പിലേക്ക് ചാടുവാണ്. എന്നിട്ട് ഇഹാരുവിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് റെനോ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യുവാണ്. എന്നിട്ട് റെനോ നീ റെസ്റ്റ് ചെയ്തോ, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇഹാരു എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയുവാണ്. എന്നിട്ട് റെനോ ഒരു വലിയ കൈജുവിനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് പതിയെ റെനോ ആ സ്യൂട്ടിലുള്ള പവർ മൊത്തം അബ്സോർവ് ചെയ്യാണ്. എന്നിട്ട് അവൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നും അവന് മനസ്സിൽ പവർ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നും പവർ കൂട്ടുവാണ് ആ സ്യൂട്ടിൽ നിന്ന്. പിന്നെയും പവർ കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും കമാൻഡ് പോസ്റ്റിലുള്ളവര് റെനോ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ ഞാൻ ഓക്കെയാണ്, എനിക്ക് കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് പറയുവാണ്. അപ്പൊ ക്യാപ്റ്റൻ അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. എന്നിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്നിട്ട് ഇത് ഒരിക്കലും നല്ലതിനല്ല. പെട്ടെന്ന് ആ കൈജു ട്രാൻസ്ഫോം ചെയ്യാണ്. കുറച്ച്
കുറച്ചും കൂടെ പവറായിട്ട് പിന്നെ റെനോ പവറൊക്കെ കയറ്റിട്ട് അവന്റെ കണ്ണൊക്കെ ചുമന്നു പോവാണ്. എന്നിട്ട് ആ കൈജുനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ് അവൻ. അപ്പൊ കമന്റ് പോസ്റ്റിലുള്ളവർ പറയാണ് ഈ പവർ അവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, അവന്റെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ശരിക്കും അതായിരിക്കും ആ കൈജു വെപ്പന്റെ അപായമായ കാര്യം. ആ കൈജു നമ്മുടെ മനസ്സിൽ കയറിയിട്ട് ഇന്ന് സ്ട്രോങ് ആണോ എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയി ലാസ്റ്റ് നമ്മുടെ ബ്രെയിൻ തന്നെ ന്യൂട്രലൈസ് ചെയ്യലായിരിക്കും അതിന്റെ പരിപാടി. ഇനി അവനെ കൊണ്ട് ആ കൈജു നമ്പർ 6ന്റെ വെപ്പൺ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനതിന് യൂസ് ചെയ്യാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ. അപ്പൊ ഇതൊക്കെ ഇഹാരു കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇഹാരു അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ആ സ്ഥലം മൊത്തം ഫ്രീസ് ആയിട്ടുണ്ടാവും റെനോന്റെ പവർ കാരണം. അങ്ങനെ നോക്കുമ്പോ റെനോന്റെ മസിൽസ് ഒക്കെ വയ്യാണ്ടായിട്ടുണ്ടാവും, അവന്റെ 4 ബോണും ഫ്രാക്ചർ ആയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അവൻ അറിയണ്ടാവില്ല. അങ്ങനെ അവനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അവന് നടക്കാൻ പറ്റുന്നില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അവന്റെ കാല് ഒടിഞ്ഞു മടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ക്യാപ്റ്റൻ ഇച്ചിക്കാവന്റെ അടുത്ത് ഇതിവിടെ തീരെയാണ്, ഞാൻ ആ കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പോവാണ്. വൈസ് ക്യാപ്റ്റന്റെ അടുത്ത് റെനോനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുവാണ്. അപ്പൊ അവന്റെ മനസ്സിൽ ആ കൈജു നീ വീക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് ഇഹാരു കാറിക്കൊണ്ട് വരുവാണ് റെനോന്ന് വിളിച്ചിട്ട്. അങ്ങനെ അവൻ ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുവാണ് റെനോന് ഒരു പ്രാവശ്യം കൂടെ ചാൻസ് കൊടുക്ക്, അവന് കുറച്ച് സമയം കൊടുക്ക്. എന്നിട്ട് ക്യാപ്റ്റൻ ഇഹാരുവിന്റെ അടുത്ത് പറയാണ് നീ അങ്ങോട്ട് പോവരുത്, അവിടെ വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലാണ്. അങ്ങനെ അവന്റെ പവർ ചെക്ക് ചെയ്യാണ്. അവന് അധികപക്ഷമായിട്ട് എടുത്തിരിക്കുന്ന പവർ 24% ആണ്. അങ്ങനെ അവൻ റെനോന്റെ അടുത്ത് പോകും, അവനെ എടുത്ത് തോളിലിട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ നമുക്ക് കുറച്ചും കൂടെ സമയം തന്നിട്ടുണ്ട്, നിനക്ക് അവനെ ഡിഫീറ്റ് ചെയ്യണ്ടേ, അപ്പോഴേ നിനക്ക് ഒഫീഷ്യലായിട്ട് കൈജു നമ്പർ 6ന്റെ വെപ്പൺ തരുള്ളൂ, ഞാൻ ആ കൈജുവിന്റെ കോർ നിനക്ക് തരാം, നീ ഇവിടെ ഇരുന്ന് അറ്റാക്ക് ചെയ്യില്ലെന്ന് ചോദിക്കുവാണ്. അപ്പൊ റെനോ പക്ഷെ അത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയുമ്പോഴത്തേനും അവൻ അവിടെ തൂക്കി താഴെ ഇട്ടിട്ട് നീ ഒന്ന് വായി മൂടിയിട്ട് ഞാൻ പറയുന്ന കേക്ക്. എന്നിട്ട് റെനോ നീ വളരെ അമേസിംഗ് ആണ്, ഞാൻ എപ്പം അടുത്തു പോയാലും നീയാണ് എന്നെ തൂക്കി നിർത്തുന്നത്, ഓക്കെ നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ എഴുന്നേക്കുവാണ്. നീ എന്റെ സിഗ്നല് മിസ്സാക്കണ്ട, എന്നാ നമുക്ക് തുടങ്ങല്ലേ എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അങ്ങനെ 8ാമത്തെ എപ്പിസോഡില് ഇഹാരു ആ കൈജുവിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ആ സമയം ഇച്ചിക്കാവ നോർമൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇഹാരു പോയിട്ട് ആ കൈജുവിനെ ഷൂട്ട് ചെയ്യാണ്. പെട്ടെന്ന് അവന്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുവാണ് ക്യാപ്റ്റൻ. അപ്പൊ നോക്കുമ്പോ അവന്റെ പവർ ഹൈയിലായിരിക്കും. പെട്ടെന്ന് തന്നെ അവന്റെ പവർ പിന്നെ ലോ ആവുകയാണ്. പവർ ഡ്രോപ്പ് ആയ ഉടനെ പിന്നെയും പവർ കൂടുവാണ്. അങ്ങനെ ഇഹാരുവിന്റെ പവർ അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ സമയം ക്യാപ്റ്റൻ സർപ്രൈസ് ആവുകയാണ്, അയാളും ഇഹാരു ഒരേ ടൈപ്പ് ആയിരിക്കും. എന്നിട്ട് ഇഹാരു ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് ആര് മുമ്പേ കയറി പോയി കഴിഞ്ഞാലും ഞാൻ ഒരു ദിവസം എന്തായാലും ഹീറോയാകും, എന്റെ വഴി ഞാൻ തന്നെ വെട്ടിത്തെളിക്കും, ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഞാൻ എന്റെ അവസാനം വരെ ഫൈറ്റ് ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇഹാരു ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൈജുനെ. അങ്ങനെ ഇഹാരു ആ കൈജുവിന്റെ കോർ ഇരിക്കുന്ന സ്ഥലം ഷൂട്ട് ചെയ്ത് വിസിബിൾ ആക്കുവാണ്. അങ്ങനെ അത് നന്നായി വിസിബിൾ ആവുമ്പോഴത്തേനും ഇഹാരു റെനോന്റെ അടുത്ത് അതിനെ തീർക്കാൻ വേണ്ടി പറയുവാണ്. എന്നിട്ട് റെനോ ദൂരത്തൊരു സ്ഥലത്തിരുന്ന് ഷൂട്ട് ചെയ്യും. അങ്ങനെ അതിന്റെ കോറിൽ വന്ന് അടിക്കുവാണ്. അത് കാണുമ്പോ ക്യാപ്റ്റൻ അത്ഭുതമാകും. ക്യാപ്റ്റൻ പെട്ടെന്ന് കിക്കരു ഷിനോമിയന്റെ അമ്മേനെ ഓർക്കുവാണ്. അപ്പൊ അവൾ അവിടെ വന്നിട്ട് അടുത്ത ദിവസം കൈജു നമ്പർ 4ന്റെ വെപ്പൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങിന് പോവാന്ന് പറയുണ്ടാവും. എന്തായാലും അത് ഓക്കെ ആയിരിക്കല്ലോ അല്ലെ എന്നൊക്കെ ചോദിക്കുവാണ് അവന്റെ അടുത്ത്. അപ്പൊ ക്യാപ്റ്റൻ നിന്നെ കൊണ്ട് എന്തായാലും സാധിക്കുന്നു പറയുവാണ്. അപ്പൊ ആ സംഭവം ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഞാൻ ആ സമയത്ത് അവളോട് നോന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് ചിലപ്പോ എന്റെ കൂടെ തന്നെ കാണുമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതുവാണ്. അങ്ങനെ കമാൻഡ് പോസ്റ്റിൽ നിന്ന് റെനോ ഇച്ചിക്കാവ കൈജുവിനെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ള ന്യൂസ് വരുവാണ്. അപ്പൊ റെനോയ്ക്കും ഇഹാരുവിനും ഒരുപാട് സന്തോഷമാവുകയാണ്. ആ ട്രെയിനിങ്ങിലിരുന്ന് എല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ്. അങ്ങനെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറുപ്പകാലഘട്ടം എന്ത് സുന്ദരാണല്ലേ എന്ന് പറഞ്ഞ് അയാൾ കരയുവാണ് അതൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ക്യാപ്റ്റൻ റെനോന്റെ അടുത്ത് എനിക്കിനി ഒഫീഷ്യലായിട്ട് കൈജു നമ്പർ 6ന്റെ വെപ്പൺ യൂസ് ചെയ്യാം, ഇതുകൊണ്ട് നീ നിന്റെ നാടിനെ രക്ഷിക്കണം എന്ന് പറയുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മീന ട്രെയിൻ ചെയ്ത ക്യാപ്റ്റനോട് വിളിച്ചിട്ട് റെനോയ്ക്ക് സ്യൂട്ടൊക്കെ ഓക്കെ ആയോന്നൊക്കെ ചോദിക്കുകയാണ് അവന്റെ വിശേഷങ്ങളൊക്കെ. അപ്പൊ അവൻ മരിച്ചു എന്ന് മാത്രം എന്റെ അടുത്ത് ഒരിക്കലും നീ പറയരുത് എന്ന് പറയാണ്. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് ക്യാപ്റ്റനും പറയുവാണ്. അങ്ങനെ എല്ലാ ഡിഫൻസ് ഫോഴ്സിലുള്ളവർക്കും മെസ്സേജ് വരുവാണ്, റെനോ ഇച്ചിക്കാവൻ ഒഫീഷ്യലായിട്ട് കൈജു നമ്പർ 6 വെപ്പൺ ഇടാനുള്ള പെർമിഷൻ കിട്ടിയെന്ന്. ആ ന്യൂസ് കേൾക്കുമ്പോഴത്തേനും കഫ്കയ്ക്ക് പേടിയാവുകയാണ്. അവനെ കൊണ്ട് അത് സാധിക്കില്ല, കൈജു നമ്പർ 9ന്റെ ഒപ്പം അവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണോ. അപ്പത്തേനും കിക്കരു ഷിനോമിയ വന്നിട്ട് അവനൊരു കുത്തും കുത്തിയിട്ട് നിന്റെ വിചാരം എന്താ നീ മാത്രം പവർഫുൾ എന്നോ, ഞങ്ങൾക്കും അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുവാണ്. അങ്ങനെ കഫ്ക രാത്രി ഓടിക്കൊണ്ടിരിക്കുവാണ്. അവന്റെ മനസ്സിൽ മൊത്തം റെനോ ഇച്ചിക്കാവനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും അവനെ ഒറ്റയ്ക്ക് ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിടില്ല, അവനെ ഞാൻ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് കഫ്ക നോക്കുമ്പോഴത്തേനും അവിടെ സോഷിനോ ഹോസീന വന്നിരിപ്പുണ്ടായിരിക്കും. എന്നിട്ട് കഫ്ക വൈസ് ക്യാപ്റ്റൻ സോഷിനോ ഹോസീന എന്ന് പറയുമ്പോഴത്തേനും അവൻ ഓടി വന്ന് അവന്റെ കഴുത്തിൽ കത്തി വയ്ക്കുവാണ്. ആ സമയം കഫ്ക താഴെ വീഴുവാണ്. എന്നിട്ട് സോഷീന ഞാൻ എന്റെ റിവെഞ്ച് എടുത്തു, നീ ആരാണെന്ന് എന്റെ അടുത്ത് മറച്ചു വെച്ചില്ലേ, അതിനുള്ള പണിഷ്മെന്റ് ആണിത്. അത് കേൾക്കുമ്പോഴത്തേനും കഫ്ക കരയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ
അവളുടെ അടുത്ത് സോറി ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പത്തേനും അവൻ കഴുത്തിൽ കയറി കുത്തിപ്പിടിച്ചിട്ട് എന്നിട്ട് എന്താണോ നീ ഇതുവരെ പറയാത്തേന്ന് ചോദിക്കുവാണ്. എന്നിട്ട് സോഷീന, ഞാൻ നിന്നോട് പ്രധാനമായിട്ട് പറയാൻ വന്ന കാര്യം, 3rd ഡിവിഷനെ സേവ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നിന്റെ ബോഡിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ കൈജുവായി മാറിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഹ്യൂമൻ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ഞാൻ ആ കൈജു നമ്പർ 9 കൊല്ലും. പിന്നെ നിനക്ക് ഒരിക്കലും കൈജു ആവേണ്ടി വരില്ല. നീ നിന്റെ വഴി കണ്ടുപിടിക്കുന്നു പറയുവാണ്. അപ്പൊ കഫ്ക അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ കരുതുവാണ്, സോഷീനോ കാണാൻ റൂഡാണെന്നുണ്ടെങ്കിലും അവന് മാത്രമേ മനുഷ്യത്വമുള്ളൂ. എന്നിട്ട് അവൻ എഴുന്നേറ്റ് താങ്ക്സ് പറയുവാണ്. എനിക്ക് അത് മാത്രം പോരാ, എനിക്ക് എന്റെ തന്നെ പവർ കണ്ടുപിടിക്കണം. നിങ്ങളെയൊക്കെ പോലെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സ് കരയുന്ന കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കൈജു നമ്പർ 8 ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് സോഷീന അവന്റെ അടുത്ത് പറയാണ്, എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് അവൻ ഒരു അമ്പലത്തിൽ കൊണ്ടുപോവാണ്. ആ അമ്പലത്തിലുള്ളവരായിരിക്കും ആദ്യമായിട്ട് കൈജുക്കളെ കൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ കൈജുക്കളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ മരിച്ചു പോകുന്നവരൊക്കെ ഇവിടെ ആയിരിക്കും അടക്കിയിട്ടുണ്ടാവുക. അങ്ങനെ സോഷീന ഫൈറ്റിംഗ് പറഞ്ഞു കൊടുക്കുവാണ്. അവന് ഫൈറ്റിംഗിലുള്ള ഓരോ ട്രിക്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് സോഷീര ഡിഫൻസ് ഫോഴ്സിലെ സിഗ്നേച്ചർ പഞ്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ആ പഞ്ചായിരിക്കും ഡയറക്ടർ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ഫൈറ്റിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവസാനിച്ചിട്ട്, നീ ഫൈറ്റിംഗിലൂടെ ക്യാപ്റ്റൻ മീനേനൊക്കെ നീ സംരക്ഷിക്കണം എന്ന് പറയാണ്. അപ്പൊ അവൻ ഓക്കെ എന്ന് പറയുമ്പോഴത്തേനും അവന്റെ മേലെ ചാടി കയറി വന്നിട്ട്, എന്താടാ നീ ഓക്കെ പറയുന്നേ, എന്നെ കൊണ്ട് അവളെ സംരക്ഷിക്കാൻ കഴിയോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇട്ട് നിക്കി പിടിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ആ ടെമ്പിളിന്റെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേനും കഫ്ക പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോഴത്തേനും അവിടെ ഒരു രൂപം നിൽക്കുവാണ്. അപ്പൊ അതെന്താന്ന് പറഞ്ഞ അവൻ ഇങ്ങനെ തുറച്ചു നോക്കും. എന്നിട്ട് സോഷീന അവനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.